ഹലോ ഗൈസ്, അപ്പം നമ്മൾ അമ്മേൻ്റെ കുടുംബസംഗമത്തിൽ നമ്മ ഇങ്ങനെ ഒരുപാട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്ന പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പാടിയുടെയെല്ലാം ഇറങ്ങിയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മളെ മലയാള സിനിമേൻ്റെ സ്വന്തം ആൾക്കാർ ലാൽ സാറുണ്ട്, സാദിഖ് സാറുണ്ട്, പിന്നെ നമ്മളെ ജോയ് മാത്യു സാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വെൽക്കം. നിങ്ങളാണ് എന്നെ വെൽക്കം ചെയ്യുന്നത്. നിങ്ങളെ കുടുംബസംഗമാണല്ലോ അല്ലേ? ഞാനല്ലേ പുറത്താണ്. താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യം തന്നെ നമ്മളെ കുടുംബസംഗമം മലയാള സിനിമയിൽ മാത്രമല്ല, എനിക്കൊന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ഇത്ര വലിയൊരു കുടുംബസംഗമം നടക്കുന്നല്ലേ. അപ്പം എന്ത് നമ്മളെ പ്രേക്ഷകരോട് നിങ്ങളുടെ സന്തോഷത്തിലല്ലേ, അതൊന്ന് പങ്കുവെക്കാൻ. പ്രേക്ഷകരോട് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് നമ്മുടെ ഇന്റേണൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ചടങ്ങാണ്. ഒരു കല്യാണം നടക്കുന്ന പോലെ. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം നാളെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ തയ്യാറെടുപ്പുകൾ, മെഹന്തി, ഡെക്കറേഷൻ, എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു വലിയൊരു മത്സര ബുദ്ധിയോടുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ അതെല്ലേ. നമ്മിപ്പോ കുറെ പരിപാടി, വടംവലി, ക്രിക്കറ്റ്, ഫുട്ബോള്, പാട്ട്, ഡാൻസ്. അപ്പൊ നിങ്ങൾക്ക് ഏലൊക്കെ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ആകാംക്ഷ. നാളെ കാണാം. എന്നാലും ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മള് അതിനകത്ത് ചിലപ്പോൾ കൂടുതൽ വടംവലിക്ക് കുറെ ആളുകളുണ്ടെങ്കിൽ നമ്മൾ കുറെ പേര് മാറിയിരിക്കും. ഇത് അദ്ദേഹം പറഞ്ഞു വീട്ടിൽ നടക്കുന്ന ചടങ്ങെന്ന് പറയും. ഇതിനകത്തൊരു വഴക്കോ അല്ലെങ്കിൽ വാശിയോ അല്ലെങ്കിൽ വടംവലിക്ക് ആര് ജയിക്കും, ആരുടെ ടീം ജയിക്കും, മോഹൻലാലിൻ്റെ ടീം ജയിക്കും, മമ്മൂട്ടിയുടെ ടീം ജയിക്കും, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എല്ലാവരും. അപ്പം അതിൻ്റെ ഒരു രസത്തോടുകൂടി. പക്ഷെ അങ്ങനെയുള്ളൊരു പരിപാടിക്ക്, ഒരു ഇന്റേണൽ പരിപാടിക്ക് ഇത്രയും തയ്യാറെടുപ്പുകൾ എടുക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് ഈ സംഘടനയോടുള്ള സ്നേഹവും ഈ ഒത്തൊരുമയും തന്നെയാണ് കാണിക്കുന്നത്. അതെ അല്ലേ, അടിപൊളി. അപ്പൊ എന്തായാലും എല്ലാവരും ഈ പറഞ്ഞ പോലെ കല്യാണ തിരക്കിലാണ്. അപ്പൊ ആ സമയത്ത് ഒന്നും കൂടി ചോദിക്കുന്നത്, നമ്മൾ 2024 പറഞ്ഞ ഒരുപാട് മലയാള സിനിമയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ കുറെ നല്ല സിനിമ എല്ലാ വർഷവും വരുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷം നല്ല സിനിമകൾ വന്ന ഒരു വർഷമാണല്ലേ. അപ്പൊ നിങ്ങളോട് പേഴ്സണലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു സിനിമ 2024 എല്ലാം ഇഷ്ടമാണെന്നറിയാം, എന്നാലും ബുദ്ധിമുട്ടായിരിക്കുമോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 2018 ഏത് വർഷം വന്നു? കഴിഞ്ഞ വർഷം വന്നു. അല്ല, അതിന് മുന്നേ ഈ വർഷം അതൊക്കെ പടം എൻ്റെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പടങ്ങൾ പറയാറുണ്ട്. ഞാൻ അഭിനയിച്ച പടങ്ങളുടെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള പടം എന്ന് പറഞ്ഞാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും. അതിലൊരു നല്ലൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ശരിയാ ഞാൻ പറയുന്നത്. എന്തായാലും നമ്മള് സിനിമ അല്ല, ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളതാണല്ലോ ഈ സിനിമകളൊക്കെ, എല്ലാ സിനിമ. അപ്പൊ അതുകൊണ്ടിട്ട് എൻ്റെ മൂത്ത മോൻ ഡാൻസ് ചെയ്ത് നന്നായിരുന്നു, ഇളയ മോൻ്റെ അത്ര പോരാന്ന് പറയാൻ നമുക്ക് അങ്ങനെ തരംതിരിച്ച് കാണാൻ പറ്റില്ല. എല്ലാം നന്നായിരുന്നു. കിഷ്കിൻ്റെ കാണ്ഡം നല്ല പടമാണ്. നന്നായിട്ടില്ല, അത്ര നന്നായിട്ടില്ല. പക്ഷെ അസൂയുണ്ട് പറയുന്നതല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. വിജയരാഘവൻ്റെയൊക്കെ ഗംഭീര പെർഫോമൻസ്. അതുപോലെ പുതിയ ആൾക്കാർ പിള്ളേരൊക്കെ വെച്ചിട്ട് മുസ്തഫ ചിത്രം നല്ല സിനിമയാണ് മുറ. പിന്നെ നമ്മുടെ ആവേശമൊക്കെ വന്നല്ലോ. ആവേശം, വിശേഷം ചെറിയ സിനിമയാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ പടം വിശേഷം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടം. ഇഷ്ടപ്പെട്ടല്ലേ? എന്തായാലും ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്ന് വന്നതല്ല, നമുക്ക് അങ്ങനെ ഒന്ന് നല്ലത് ഒന്ന് കുറച്ച് മുകളിൽ അങ്ങനെ പറയുന്നില്ല, എല്ലാം നല്ല. നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുടെ ഡയറക്ടേഴ്സിനെ, അതിനകത്ത് ആർട്ടിസ്റ്റിനെയൊക്കെ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഓരോരുത്തരെയും നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് പറയും. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, നല്ല സിനിമയായിരുന്നു, നല്ല ഡയറക്ഷനായിരുന്നു, നല്ല ക്യാമറ ആയിരുന്നു. അത് ഏതൊക്കെ നന്നായിട്ടുണ്ടോ അവരെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് പറയും. അതല്ലാതെ പബ്ലിക്കായിട്ട് അങ്ങനെ പറയാറില്ല. അത് ശരി, അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം അല്ലേ. കാരണം ഒരാൾ നമ്മളെ വിളിച്ച് നമ്മളൊന്ന് ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ തന്നെ കൊള്ളാന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ഒന്ന് കൂടുതൽ ഉണ്ടാക്കാൻ തോന്നില്ല. അപ്പൊ എന്തായാലും കളക്റ്റീവ് സ്പിരിറ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഒറ്റയ്ക്കുള്ളൊരു ഇതല്ലല്ലോ, ഒരു കളക്റ്റീവ് സ്പിരിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും എല്ലാത്തിലും അഭിനയിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കണ്ടാൽ അവരെ വിളിക്കും, അവരനുമോദിക്കും, അവർ തിരിച്ചും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ചെയ്യും. അതാണ് ഇതിൻ്റെ ഹാർമണി. ഈ സംഘടനയുടെയും ഒരു മേന്മ അതാണ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഹാർമണിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സ്പോഷറാണ് ഇന്ന് നാളെ നടക്കുന്ന ഈ ഒരു കുടുംബസംഗമം. ഈ പറഞ്ഞ പോലെ പിന്നെ മാർക്കും റൈഫിൾ ക്ലബെല്ലാം, അതായത് വേറൊരു തരത്തിലേക്ക് പോകുന്നല്ലേ. നമ്മൾ മലയാളം 2024 വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ഉണ്ണി മുകുന്ദനായാലും ഇപ്പം റൈഫിൾ ക്ലബ്ബായാലും എനിക്കൊന്നൊരു പബ്ജി, ഫ്രീ ഫയറെല്ലാം കാണുന്ന പോലത്തെ ഒരു, അതല്ല നമ്മൾ മലയാളത്തിൽ കാണാത്ത കുറച്ചും കൂടെ ഒരു വയലൻസ് അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ? നല്ല മാറ്റങ്ങൾ വേണം. പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ചിലത് എല്ലാവരും പരീക്ഷണങ്ങൾ വരും. എല്ലാവരും എടുക്കുന്നത് ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആകണമെന്നും ലോകം മുഴുവനും കാണണമെന്നൊക്കെ ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാ പടങ്ങളും എടുക്കുന്നത്. അതിനകത്ത് ചിലരുടെ ശ്രമം എല്ലാം സക്സസ് ആണോ നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ അതിനകത്ത് ചില പടങ്ങൾ ഇങ്ങനെ ഗംഭീരമായിട്ട് ഓടുന്നു, അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റതിനകത്ത് നമുക്ക് ചില കാര്യത്തിനകത്ത് വിഷമമുണ്ട്, അയ്യോ അവരത്രയും ബുദ്ധിമുട്ടിയിട്ടും വർക്കായില്ലോ എന്ന് പറയുന്ന സങ്കടമുണ്ട്. ഇത് പുണ്യാളനാകാൻ വേണ്ടി പറയുന്നതല്ല, അതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ മാർക്കോ എന്ന സിനിമ തന്നെ എല്ലാവരും പറയുന്നത് ഓവർ വയലൻസ് ആണ്, ഓവർ വയലൻസ്. കഥ അത് ആവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു വയലൻസ് കാണിച്ചാൽ അതിന് റിവഞ്ച് ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം ഹൈപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പം എന്നാലല്ലേ പടത്തിന് ഒരു ഹൈപ്പ് കിട്ടുള്ള ഒരു ക്ലൈമാക്സ് സംഭവങ്ങൾ വരുമ്പോൾ അതങ്ങനെ ഒരു വലിയ വയലൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മലയാളത്തിൽ എക്കാലത്തും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ കരയിപ്പിക്കാനെടുത്ത പടമാണെങ്കിൽ കരയിപ്പിച്ച് പണ്ടാറെടുക്കുക, ചിരിപ്പിക്കാനാണെങ്കിൽ ചിരിപ്പിക്കുക, മാക്സിമം വയലൻസ് ആണെങ്കിൽ വയലൻസിന്റെ അങ്ങേയറ്റത്ത് പോവുക. ഇനിയിപ്പോൾ എന്താ പറയുക, വൃത്തികേടും ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത അത്രയും മോശമായിട്ട് എടുത്ത പടങ്ങൾ ഓടിയിട്ടുണ്ട് അല്ലേ, ഭയങ്കരമായിട്ട് ഓടിയിട്ടുണ്ട്, എല്ലാവരും കുറ്റം പറയും. അപ്പോൾ പക്ഷെ അത് ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്താ എക്സ്ട്രീം പോയി കഴിഞ്ഞാൽ ഏത് പടവും സൂപ്പർ ഹിറ്റ് ആവും. എക്സ്ട്രീം പോകാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടമുണ്ട്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ പറയുമ്പോൾ നമ്മ പറയുന്ന പോലെ അല്ലല്ലോ, ഇതിന്റെ ഉള്ളിൽ തന്നെ പറയുമ്പോൾ ഞാൻ പയ്യന്നൂരാന്ന് അങ്ങനെ നമ്മള് നാട്ടിലിപ്പോ കുറെ സിനിമ, അതായത് നത്താൻ കേസോട് അങ്ങനെ ഇങ്ങനെ എല്ലാം അങ്ങോട്ടേക്ക് കുറച്ചും കൂടെ കാസർഗോഡേക്ക് ഇപ്പൊ തോന്നുന്നു, കണ്ണൂര് കാസർഗോഡെല്ലാം കുറച്ചും കൂടെ വന്നു തുടങ്ങി. സംവിധായകർ കുറെ ഉണ്ട്, ഇപ്പൊ പൊതുവാളുണ്ട്, മൃദുലുണ്ട്, കുറെ ആൾക്കാരുണ്ട് അവിടെ. അതെ അതെ, എല്ലാരും അതുപോലെ ഭയങ്കര എന്താ മലയാള സിനിമയുടെ വാതില് ഭയങ്കരമായിട്ട് തുറന്നു. വാതിലെന്നും പറയാൻ പറ്റും, വലിയ കവാടം പോലെ. കാരണം ഇപ്പോൾ സംവിധായകരെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സംവിധായകർ ജോയ്മത്തിന് അറിയാം. ഇപ്പോൾ ഉള്ള മറ്റേ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൽ രണ്ടുപേരൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത്രയും സംവിധായകരുണ്ട്, അത്രയും ഗംഭീര ക്യാമറാമാന്മാരുണ്ട്, അത്രയും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ പലരെയും നമ്മൾ കാണുമ്പോൾ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാറായിരിക്കും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഓണാഘോഷ പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ നടക്കില്ല, അതേപോലെ പല ഒരു വടംവലി, പിന്നെ ഒരു സ്പൂൺ റേസ്, അങ്ങനെയുള്ള സംഭവങ്ങളും ഫുട്ബോൾ, ക്രിക്കറ്റ്, അതെല്ലാം കൂടി ഒന്ന് ഗ്യാദർ ചെയ്ത് ഒരുമിച്ച് എല്ലാവരും ഒത്തുചേർന്ന് മലയാള സിനിമയിലെ അമ്മ അസോസിയേഷൻ വളരെ സ്ട്രോങ് തന്നെയാണ് ഒന്ന് ഞങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആരെയും ബോധിപ്പിക്കാൻ. പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ മകൻ്റെ മാത്രം അമ്മയല്ല, മകളുടെ മാത്രം അമ്മയല്ല, അവരുടെ പേരക്കുട്ടികളുടെ അമ്മയാണ്, അവരുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ അമ്മയാണ്, ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ അമ്മയാണ്, എല്ലാവരുടെയും അമ്മയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം സംഘടിപ്പിക്കുന്നത്. അവരുടെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഫാമിലി എന്നുള്ള നമുക്ക് തന്നെ ഓരോരുത്തർക്കും കുറേ കൂടി ശക്തമായിട്ട് തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതെ, അപ്പൊ അമ്മേന്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ ആഘോഷം മലയാളികളെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി എനിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോ പാട്ടെല്ലാം ഉണ്ടല്ലേ, നാളെ അവർ കേൾക്കും. ഒരു പാട്ട് പാടുന്നുണ്ട്, ഒരു പാട്ട് ഇപ്പൊ നമുക്ക് രണ്ടുപേരും എന്തെങ്കിലും അല്ല അത് വേറെ പാട്ട്, സർപ്രൈസ് ഇപ്പൊ പാടുന്നില്ല. അപ്പൊ നാളെ കാണാം. എന്തായാലും വലിയ സന്തോഷം. സസ്പെൻസ് നമ്മ പൊളിക്കുന്നില്ല. അപ്പൊ അത്ഭുതങ്ങൾക്കായിട്ട് നമ്മ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അമ്മേന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമ്മുടെ 1 to Talks എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ അതിലേക്കൂടെ എല്ലാം കാണാം അല്ലേ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.